നേർവീഥി. ഇവാഞ്ചലിസ്റ്റ് കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യിരെമ്യാ പ്രവചനം 34 അധ്യായം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ. ബാബേൽ രാജാവായ നെബൂഖദ്നേസറും അവന്റെ സകല സൈന്യവും അവന്റെ ആധിപത്യത്തിന് കീഴിലുള്ള സകല ഭൂരാജ്യങ്ങളും സകല ജാതികളും യെരൂശലേമിനോടും അതിന്റെ എല്ലാ പട്ടണങ്ങളോടും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യിരെമ്യാവിന് യഹോവങ്കിൽ നിന്നുണ്ടായ അരുളപ്പാട് എന്തെന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ ചെന്ന് യഹൂദ രാജാവായ സിദെക്കീയാവോട് പറയേണ്ടത് എന്തെന്നാൽ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഈ നഗരത്തെ ബാബേൽ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കും. അവൻ അതിനെ തീ വെച്ച് ചുട്ടുകളയും. നീ അവന്റെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞു പോകാതെ പിടിപെട്ട് അവന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും. നീ ബാബേൽ രാജാവിനെ കണ്ണോട് കണ്ണ് കാണുകയും അവൻ വായോട് വായ് നിന്നോട് സംസാരിക്കുകയും നീ ബാബേലിലേക്ക് പോകേണ്ടി വരികയും ചെയ്യും. എങ്കിലും യഹൂദ രാജാവായ സിദെക്കീയാവേ, യഹോവയുടെ വചനം കേൾക്ക. നിന്നെക്കുറിച്ച് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ വാളാൽ മരിക്കയില്ല, നീ സമാധാനത്തോടെ മരിക്കും. നിനക്ക് മുമ്പുണ്ടായിരുന്ന പണ്ടത്തെ രാജാക്കന്മാരായ നിന്റെ പിതാക്കന്മാർക്ക് വേണ്ടി സുഗന്ധ ദഹനം കഴിച്ചതുപോലെ അവർ നിനക്ക് വേണ്ടിയും കഴിക്കും. അയ്യോ തമ്പുരാനെ എന്ന് ചൊല്ലി അവർ നിന്നെക്കുറിച്ച് വിലപിക്കും. അത് ഞാൻ കൽപ്പിച്ച വചനം അല്ലോ എന്ന് യഹോവയുടെ അരുളപ്പാട്. യിരെമ്യാ പ്രവാചകൻ ഈ വചനങ്ങളെ ഒക്കെയും യെരൂശലേമിൽ യഹൂദ രാജാവായ സിദെക്കീയാവോട് പ്രസ്താവിച്ചു. അന്ന് ബാബേൽ രാജാവിന്റെ സൈന്യം യെരൂശലേമിനോടും യാക്കീശ്, അസേക്ക എന്നിങ്ങനെ യഹൂദയിൽ ശേഷിച്ചിരുന്ന എല്ലാ പട്ടണങ്ങളോടും യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു. യഹൂദ പട്ടണങ്ങളിൽ വെച്ച് ഉറപ്പുള്ള പട്ടണങ്ങളായിരുന്നു ഇവ. ആരും തന്റെ സഹോദരനായ ഒരു യഹൂദനെ കൊണ്ട് അടിമവേല ചെയ്യിക്കാതെ എബ്രായദാസനെയും എബ്രായദാസിയും സ്വതന്ത്രരായി വിട്ടയക്കേണ്ടതിന് ഒരു വിമോചനം പ്രസിദ്ധമാക്കണം എന്ന് സിദെക്കീയാ രാജാവ് യെരൂശലേമിലെ സകല ജനത്തോടും ഒരു നിയമം ചെയ്ത ശേഷം യിരെമ്യാവിന് യഹോവയിൽ നിന്ന് ഉണ്ടായ അരുളപ്പാട്, ആരും തന്റെ ദാസനെ കൊണ്ടും ദാസിയെ കൊണ്ടും ഇനി അടിമവേല ചെയ്യിക്കാതെ അവരെ സ്വതന്ത്രരായി വിട്ടയക്കണം എന്നുള്ള നിയമത്തിൽ ഉൾപ്പെട്ട സകല പ്രഭുക്കന്മാരും സർവ്വജനവും അതനുസരിച്ച് അവരെ വിട്ടയച്ചിരുന്നു. പിന്നീടോ അവർ വ്യത്യാസം കാണിച്ച് സ്വതന്ത്രരായി വിട്ടയച്ചിരുന്ന ദാസന്മാരെയും ദാസിമാരെയും മടക്കി വരുത്തി അവരെ വീണ്ടും ദാസന്മാരാക്കി തീർത്തു. അതുകൊണ്ട് യഹോവയുടെ അരുളപ്പാട് യിരെമ്യാവിന് ഉണ്ടായത്, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരെ അടിമവീടായി മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന നാളിൽ അവരോടൊരു നിയമം ചെയ്തു. തന്നെത്താൻ നിനക്ക് വിൽക്കുകയും 6 സംവത്സരം നിന്നെ സേവിക്കുകയും ചെയ്ത എബ്രായ ദാസനെ ഒടുക്കം 7-ാം സംവത്സരത്തിൽ വിട്ടയക്കണം. അവനെ സ്വതന്ത്രനായി നിന്റെ അടുക്കൽ നിന്ന് വിട്ടയക്കണം എന്ന് കൽപ്പിച്ചിരുന്നു. എങ്കിലും നിങ്ങളുടെ പിതാക്കന്മാർ എന്റെ കൽപ്പന അനുസരിച്ചില്ല, ചെവിചായിച്ചതുമില്ല. നിങ്ങളോ ഇന്ന് തിരിഞ്ഞ് ഓരോരുത്തൻ താന്താന്റെ കൂട്ടുകാരന് വിമോചനം പ്രസിദ്ധമാക്കിയതിനാൽ എനിക്ക് ഹിതമായത് പ്രവർത്തിച്ചു. എന്റെ നാമം വിളിച്ചിരിക്കുന്ന ആലയത്തിൽ വെച്ച് എന്റെ മുമ്പാകെ ഒരു നിയമം ചെയ്തു. എങ്കിലും നിങ്ങൾ വ്യത്യാസം കാണിച്ച് എന്റെ നാമത്തെ അശുദ്ധമാക്കി ഓരോരുത്തൻ ഇഷ്ടം പോലെ പൊയ്ക്കൊള്ളുവാൻ വിമോചനം കൊടുത്ത് അയച്ചിരുന്ന തന്റെ ദാസനെയും ദാസിയെയും മടക്കി വരുത്തി ദാസന്മാരാക്കിയിരിക്കുന്നു. അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഓരോരുത്തൻ താന്താന്റെ സഹോദരനും കൂട്ടുകാരനും വിമോചനം പ്രസിദ്ധമാക്കുവാൻ തക്കവണ്ണം നിങ്ങൾ എന്റെ വാക്ക് കേട്ടില്ലല്ലോ. ഇതാ ഞാനൊരു വിമോചനം പ്രസിദ്ധമാക്കുന്നു. അത് വാളിനും മഹാമാരിക്കും ക്ഷാമത്തിനുമത്രേ. ഭൂമിയിലെ സകല രാജ്യങ്ങളിലും ഞാൻ നിങ്ങളെ ഭീതി വിഷയമാക്കി തീർക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. കാളക്കുട്ടിയെ 2 പിളർന്ന് അതിന്റെ പിളർപ്പുകളുടെ നടുവെ കടന്നുകൊണ്ട് എന്റെ മുമ്പാകെ ചെയ്ത നിയമത്തിലെ സംഗതികൾ നിവർത്തിക്കാതെ എന്റെ നിയമം ലംഘിച്ചിരിക്കുന്നവരെ, കാളക്കുട്ടിയുടെ പിളർപ്പുകളുടെ നടുവെ കടന്നു പോയ യഹൂദ പ്രഭുക്കന്മാരെയും യെരൂശലേം പ്രഭുക്കന്മാരെയും ഷണ്ഡന്മാരെയും പുരോഹിതന്മാരെയും ദേശത്തിലെ സകല ജനത്തെയും ഞാൻ ഏൽപ്പിക്കും. അവരുടെ ശത്രുക്കളുടെ കയ്യിലും അവർക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവരുടെ കയ്യിലും ഞാൻ അവരെ ഏൽപ്പിക്കും. അവരുടെ ശവങ്ങൾ ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഇരയായിത്തീരും. യഹൂദ രാജാവായ സിദെക്കീയാവെയും അവന്റെ പ്രഭുക്കന്മാരെയും ഞാൻ അവരുടെ ശത്രുക്കളുടെ കയ്യിലും അവർക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവരുടെ കയ്യിലും
നിങ്ങളെ വിട്ടു പോയിരിക്കുന്ന ബാബേൽ രാജാവിന്റെ സൈന്യത്തിന്റെ കയ്യിലും ഏൽപ്പിക്കും. ഞാൻ കൽപ്പിച്ചവരെ ഈ നഗരത്തിലേക്ക് മടക്കി വരുത്തും. അവർ അതിനെ യുദ്ധം ചെയ്ത് പിടിച്ച് തീവച്ച് ചുട്ടുകളയും. ഞാൻ യഹൂദ പട്ടണങ്ങളെ നിവാസികളില്ലാതെ ശൂന്യമാക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഈ അധ്യായത്തിലെ പ്രധാനപ്പെട്ട വാക്യങ്ങൾ 11, 21, 22 11 വാക്യം ഇതാണ്: പിന്നീടോ അവർ വ്യാജം കാണിച്ച് സ്വതന്ത്രരായി വിട്ടയച്ചിരുന്ന ദാസന്മാരെയും ദാസിമാരെയും മടക്കി വരുത്തി അവരെ വീണ്ടും ദാസിദാസന്മാരാക്കി തീർത്തു. 21 വാക്യം: യഹൂദരാജാവായ സിദെക്കീയാവെയും അവന്റെ പ്രഭുക്കന്മാരെയും ഞാൻ അവരുടെ ശത്രുക്കളുടെ കയ്യിലും അവർക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവരുടെ കയ്യിലും നിങ്ങളെ വിട്ടുപോയിരിക്കുന്ന ബാബേൽ രാജാവിന്റെ സൈന്യത്തിന്റെ കയ്യിലും ഏൽപ്പിക്കും. ഞാൻ കൽപ്പിച്ചവരെ ഈ നഗരത്തിലേക്ക് മടക്കി വരുത്തും. ബാബേൽ രാജാവായ നെബൂഖദ്നേസറും സൈന്യവും യെരൂശലേം, ലാഖീഷ്, അസേക്ക തുടങ്ങിയ പട്ടണങ്ങളോട് യുദ്ധം ചെയ്യുന്ന കാലത്ത് യിരെമ്യാവിനുണ്ടായ അരുളപ്പാടുകളാണ് 34 അധ്യായം. ദൈവജനം തോൽക്കുകയും ബാബേൽ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്യും. ഈ പട്ടണങ്ങൾ ചുട്ടുകളയപ്പെടും. സിദെക്കീയാവ് ഉൾപ്പെടെ യഹൂദരെ ബാബേലിലേക്ക് അടിമകളായി പിടിച്ചുകൊണ്ട് പോകപ്പെടും. എന്നാൽ സിദെക്കീയാവ് വാളാൽ കൊല്ലപ്പെടാതെ സ്വാഭാവിക മരണത്തിനിരയാകും. ഇതൊക്കെയാണ് മുഖവരിയായി പ്രവചിക്കപ്പെട്ടത്. എന്തുകൊണ്ടാണ് ഈ അടിമത്തം? അടിമത്തത്തിന്റെ പ്രധാന ഹേതു എന്താണ്? അതാണ് അവസാന ഭാഗത്ത് പ്രതിപാദിച്ചിരിക്കുന്നത്. മിസ്രയീം അടിമത്തത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടുകൊണ്ടുവന്ന ഇസ്രായേലിന് 10 കൽപ്പന നൽകിയ ശേഷം ദൈവം പറയുന്ന പ്രധാന കൽപ്പന പുറപ്പാട് 21 അതായത് പുറപ്പാട് 20 10 കൽപ്പന നൽകുന്നത്. 21 പറയുന്നത്, നിങ്ങൾക്കൊരു എബ്രായ ദാസിയോ ദാസനോ ഉണ്ടെങ്കിൽ 6 സംവത്സരം അവർ ജോലി ചെയ്യുക. 7ാമത്തെ വർഷം അവരെ സ്വതന്ത്രരായി വിട്ടയക്കണം. ഭാര്യയും മക്കളും ഉണ്ടെങ്കിൽ ഭാര്യയും മക്കളെയും വിട്ടയക്കണം എന്നാണ് ദൈവം കൽപ്പിച്ചിരുന്നത്. ഇസ്രായേൽ അത് പാലിച്ചു കൊള്ളാമെന്ന് ദേവാലയത്തിൽ കാളക്കുട്ടിയെ 2ആയി പിളർന്ന് അതിൻ്റെ പിളർപ്പുകളുടെ നടുവെ കടന്ന് പ്രഭുക്കളും പുരോഹിതരും ഷണ്ഡന്മാരും ദൈവത്തോട് ഉടമ്പടി ചെയ്തിരുന്നു. സിദെക്കീയാവിന്റെ കാലത്ത് അങ്ങനെ ഒരു ഉടമ്പടി അവർ ചെയ്തിരുന്നു. അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്യുമ്പോഴും കാളക്കുട്ടിയെ പിളർക്കുന്ന കാര്യം ഉൽപ്പത്തി 15 നമുക്ക് കാണാം. അവിടെ ദൈവമാണ് തീപ്പന്തമായി നടുവിലൂടെ കടന്നത്. ഇവിടെ ഇസ്രായേൽ ദൈവത്തോട് ചെയ്ത ഉടമ്പടി ലംഘിച്ചു. വിട്ടയച്ച ദാസരെ മടക്കി വരും. പിളർന്ന കാളക്കുട്ടി യേശുവിനെ കാണിക്കുകയാണ്. നമ്മുടെ കർത്താവ് അവൻ പിളർക്കപ്പെടുവാൻ ഇടയായി. അവൻ പിളർന്ന പാറയാണ്. അവൻ പിളർന്ന കാളക്കുട്ടിയാണ്. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ മരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തോട് ചെയ്യുന്ന ഉടമ്പടി പാലിക്കാൻ നാം ബാധ്യസ്ഥരാണ്. ഞാൻ യഹോവയോട് പറഞ്ഞു, എനിക്ക് പിന്മാറിക്കൂടാ എന്ന് ഇബ്താഹ് പറഞ്ഞതുപോലെ നാം എല്ലാവരും കർത്താവിൻ്റെ നാമത്തിൽ ചെയ്യുന്ന ഉടമ്പടി പാലിക്കാൻ ബാധ്യസ്ഥരാണ്. പക്ഷെ ഇസ്രായേൽ ആ ഉടമ്പടി ലംഘിച്ചു. അതുകൊണ്ടാണ് ദൈവം ബാബേൽ സൈന്യത്തെ മടക്കി വരുത്തി അവരെ വീണ്ടും അടിമകളാക്കുന്നത്. ദൈവജനം ദൈവത്തെ സേവിച്ചാൽ മാത്രം പോരാ, മനുഷ്യരോടും വചനപ്രകാരം പെരുമാറണം എന്ന പാഠം ഇവിടെ കാണാം. 10,000 താലന്ത് ഇലച്ചു കിട്ടിയവൻ 100 വെള്ളിക്കാശ് കടപ്പെട്ടവനെ കഴുത്തിന് ഞെക്കി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് യേശു പറഞ്ഞ ഉപമയിൽ. എന്നാൽ നാം തുടർന്ന് വായിക്കുന്നത്, ഇത് കേട്ട യജമാനൻ ആ 100 വെള്ളിക്കാശുകാരനെ തടവിലാക്കി പണം തന്നു തീർക്കുവോളൂ നീ അടിമയായി കിടക്ക, നീ ബന്ധനസ്ഥനാക എന്നാണ് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിനോട് ചെയ്ത ഉടമ്പടി പാലിക്കാൻ ബാധ്യസ്ഥരാണ്. ചെളിയിലേക്ക് തിരിയുന്ന പന്നി പോലെയും സ്വന്തം ഛർദിയിലേക്ക് തിരിഞ്ഞ നായെപ്പോലെയും ആകുവാൻ ഇടയാകാതിരിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.